ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നവരാത്രി സ്പെഷ്യൽ സാബുദാന കിച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സാബുദാന എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ചവ്വരിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. സാബുദാന കിച്ചടി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിലാണ് ചവ്വരി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു 3-4 പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കുക. എന്നിട്ട് 1 കപ്പ് അളവിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു 7-8 മണിക്കൂറെങ്കിലും ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ. ഞാനിവിടെ ചവ്വരി ഒന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, വെള്ളമൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് വേർത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊന്ന് സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട് കേട്ടോ. കൈ വെച്ച് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. പിന്നീട് ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അതൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയ തരി കണക്കൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ഇതാ കപ്പലിൻ്റെയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചവ്വരിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതായത് ചവ്വരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാദ്യം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു കടായിയിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. നെയ്ക്ക് പകരം ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പം നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ കപ്പലണ്ടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ റോസ്റ്റഡ് ആയിട്ടുള്ള കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പം നിങ്ങൾ എടുക്കുന്നത് പച്ച കപ്പലണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വറുത്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കപ്പലണ്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതേ നെയ്യിലേക്ക് തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വളരെ ചെറിയ കഷ്ണം ഒരു ഇഞ്ചി ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. പിന്നീട് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതി തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് പുളിയൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതായത് തക്കാളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലെ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് പുഴുങ്ങി എടുത്തിട്ടും കൂടി ഉണ്ടായിരുന്നു. എന്നിട്ട് ഇതാ ഈ രീതിക്കൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നേരത്തെ നമ്മൾ ചവ്വരിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഓപ്ഷണൽ ആണ് കേട്ടോ. മഞ്ഞൾപ്പൊടിക്ക് പകരം മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഈ ഒരു മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ച കുത്തൊന്ന് മാറി വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ചവ്വരിയുടെയും കപ്പലിൻ്റെയും മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഏകദേശം ഒരു 5-6 മിനിറ്റൊക്കെ എടുക്കും ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാ സാബുദാനയൊക്കെ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ കപ്പലണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ശേഷം ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ നീര് പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാബുദാന കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ.
അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒട്ടും തന്നെ കുഴഞ്ഞു പോകാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സാബുദാന കിച്ചടി കിട്ടും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.